ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ വസ്ത്രത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ കാരണം എന്താണെന്ന് സൂചിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത ആൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ സ്വാഭാവികമായും രക്തമോ മറ്റു വിസർജ്യങ്ങളോ അതിന്റെ ഭാഗമോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു ആശങ്കയായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവർക്ക് ഈ ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം തുടർച്ചയായുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, CBI അന്വേഷിക്കണം എന്നവർ ആവശ്യപ്പെടുമ്പോൾ മുൻപ് പല അന്വേഷണങ്ങളിലും കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഇരകളുടെ മാത്രം താല്പര്യം മുന്നോട്ട് വെച്ച് അതിന് വില നൽകിക്കൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാർ CBI അന്വേഷണം ആവശ്യമില്ല, പോലീസ് അന്വേഷണം കാര്യക്ഷമമാണ് എന്ന നിലപാട് ശക്തിയുക്തം കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. AD നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിക്കാൻ, മറച്ചുവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മധു, ഇതില് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് കാര്യക്ഷമവും പ്രത്യക്ഷവുമായിട്ടുള്ള ഒരു സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നു എന്നുള്ളതാണ്. കണ്ണൂർ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള അന്വേഷണം മികവുറ്റതും സ്തുത്യർഹവുമാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. ഒരുപക്ഷെ വിക്ടിമിന്റെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ പോലീസിന്റെ അന്വേഷണത്തെ സംശയത്തോടെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരം സംശയങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ മനോധർമ്മം, അല്ലെങ്കിൽ പൊതുബോധം അങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാം കണ്ടുവരുന്നത്. ഇവിടെ കൃത്യവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. മറ്റ് ഇതര വാക്കുകളും മറ്റിതര വാർത്തകളും ഒക്കെ പറയുന്നത് ശരിയല്ല. ഒന്ന്, ഇൻക്വസ്റ്റിനെ സംബന്ധിച്ചാണ് പ്രാഥമികമായി വന്നിട്ടുള്ള ഒരു വലിയ പരാതിയായിട്ടുള്ളത്. ഇൻക്വസ്റ്റ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംഭവം നടന്നു കഴിഞ്ഞു 4 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണം എന്നുള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശമാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും. 5ഓളം സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് പോലീസ് നടത്തിയിട്ടുള്ളത്. ആ ഇൻക്വസ്റ്റ് മുഴുവൻ സമയവും പോലീസ് വീഡിയോഗ്രാഫി ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ബന്ധുക്കൾ 11 മണിക്കൂർ കഴിഞ്ഞെത്തുന്നതുവരെ ആ മൃതദേഹം അങ്ങനെ തൂങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകരുത് എന്നുള്ളത് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, റവന്യൂവിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇത്തരം ഇൻക്വസ്റ്റുകളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടാവുന്ന പരിചയമുള്ള വ്യക്തി കൂടിയാവാം. അപ്പോൾ സ്വാഭാവികമായി അത്തരത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, റവന്യൂവിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളുടെ ആത്മഹത്യയെ തുടർന്ന് ആ ഇൻക്വസ്റ്റ് അങ്ങനെ വൈകിപ്പിച്ചാൽ അതുതന്നെ അപവാദത്തിന് കാരണമാകും എന്നുള്ളതുകൊണ്ടും 4 മണിക്കൂറിനുള്ളിൽ നിയമപരമായി ഇൻക്വസ്റ്റ് നടത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുള്ളത് കൊണ്ടുമാണ് ആ ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തെ കുറിച്ചാണ് മറ്റൊരു സംശയം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ നിന്നും രക്തക്കറ പുരണ്ടതായി കണ്ടിരുന്നു എന്ന് ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കെമിക്കൽ എക്സാമിനേഷൻ അടക്കം അയക്കുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫോറൻസിക് ലാബിൽ നിന്നും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെടുത്തിട്ടുള്ള മുഴുവൻ വസ്ത്രങ്ങളും പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നതിന് വേണ്ടി കോടതിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏതൊരു ആത്മഹത്യയും കൊലപാതകമാണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് പോലീസ് നടപടി. ഇവിടെ ഒക്ടോബർ 15 രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുന്നത്. ശരി, ആളുകൾ എത്തുന്നതിന് മുൻപ് അത് പൂർത്തിയാക്കേണ്ടതിന്റെ നിയമപരമായ ബാധ്യതയുണ്ട് എന്നിരിക്കട്ടെ, അത് കുടുംബത്തെ അറിയിക്കണ്ടേ? ഇത് 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ കുടുംബം അങ്ങോട്ട് ഈ പോകുന്ന വഴിക്ക്, കണ്ണൂരിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് വിളിക്കുമ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം കുടുംബം അറിയുന്നത്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്നൊരാവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് കളക്ടറോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന വളരെ പ്രാഥമികമായ ഒരു അഭിപ്രായമാണ് അവർക്ക് ലഭിച്ചത്. കളക്ടറെ വിളിക്കുമ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത് നോക്കൂ, ബന്ധുക്കളുടെ എല്ലാ താല്പര്യങ്ങളെയും, ബന്ധുക്കളുടെ സകലവിധമായ അറിവുകളെയും, അവരുടെ ആ കാര്യത്തിലേക്കുള്ള അവർക്ക് പ്രാപ്യമാകുന്ന എല്ലാ അധികാരങ്ങളെയും ലംഘിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരം നടപടികൾ? എന്തിനാണ് ഈ തിടുക്കം? മധു, നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം സ്റ്റേറ്റിനെതിരെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പാഠം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്.
അപ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വവും സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പോസ്റ്റ്മോർട്ടത്തെ സംബന്ധിച്ച് താൻ ആഗ്രഹിക്കുന്നിടത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ആ ഉദ്യോഗസ്ഥൻ ഡോക്ടർ പ്രജിത്ത് ആണ് അവിടുത്തെ HOD ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ പ്രജിത്ത് ഫോറൻസിക് സയൻസിൽ കേട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ആ കോളേജിന്റെ പേര് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നല്ലേ? അപ്പൊ പിന്നെന്താ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട സാഹചര്യമാണ്. പരിയാരത്താണല്ലോ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ ആ കോളേജിൽ അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ആവശ്യപ്പെടാൻ കാരണം, DCPയോട് ആവശ്യപ്പെടാൻ കാരണം എന്താണ്? അവിടെയാണ് ആരോപണ വിധേയായ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയാണ് എന്ന് പ്രാഥമികമായി തോന്നുന്ന PP ദിവ്യയുടെ ഭർത്താവും ഈ പറഞ്ഞ പ്രശാന്തനും ജോലി ചെയ്തത്. അപ്പോൾ അവനവൻ ഇഷ്ടമുള്ള സ്ഥലം എന്നുള്ളതല്ല അവിടുത്തെ പരിഗണന എന്ന് പറയുന്നത്. അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിരകൾക്ക് തോന്നുന്ന ഇടമാണ്. അല്ല, നിങ്ങൾ മാധു ഇതിൽ കണ്ടത് ഡോക്ടർ പ്രജിത്ത് എന്ന് പറയുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. അദ്ദേഹം പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ഫോറൻസിക് വിദഗ്ധനായിട്ടാണ് കേരളത്തിൽ ആകമാനം അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയാണ് ഇവിടെ കാര്യത്തിൽ സംശയിക്കപ്പെടുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഒരു ഫോറൻസിക് സയൻസ് വിദഗ്ധന്റെ മുന്നിൽ ഫോറൻസിക് ടേബിളിന് മുമ്പിൽ എത്തപ്പെടുന്ന ഒരു കടാവറിനോട് കാണിക്കാൻ കഴിയുന്ന എല്ലാ പരിഗണനയും ഇക്കാര്യത്തിൽ ഡോക്ടർ ഈ നാട്ടിൽ പോസ്റ്റ്മോർട്ടം വളരെ കുപ്രസിദ്ധമായ കേസുകളിൽ ഇതേപോലെ വളരെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള വലിയ പേരുള്ള ഡോക്ടർമാർ നടത്തിയ പല പോസ്റ്റ്മോർട്ടങ്ങളും വീണ്ടും 5, 6, 10, 15 ദിവസം കഴിഞ്ഞിട്ട് റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഒന്നും കഴിവിന്റെ പ്രശ്നം കൊണ്ടായിരുന്നില്ല, അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവിന്റെ പേരിലായിരുന്നു. അങ്ങനെയല്ല, ഇതില് പ്രാഥമികമായി ഫോറൻസിക് സയൻസിനെ കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പലരും ഇത്തരം അപവാദങ്ങളുടെയും കെട്ടുകഥകളെയും ഊഹാഭവങ്ങളുടെ പിന്നാലെ പോകുന്നത്. ഒരു ഹാങ്ങിങ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പ്രത്യക്ഷമായി 2 കാരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് അത് ഹാങ്ങിങ് ഡെത്താണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതിൽ ഒന്നാമതായി സ്ട്രാങ്കുലേഷൻ ഈ ലിഗേച്ചർ മാർക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും പരമപ്രധാനമാണ്. കഴുത്തിന് ചുറ്റും ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉപയോഗിച്ച് തൂങ്ങിച്ചാകുന്നതിനു വേണ്ടി ഉപയോഗിച്ച കയറോ തുണിയോ മറ്റെന്തെങ്കിലും അതുപയോഗിച്ച് വരുന്ന ലിഗേച്ചർ മാർക്ക് ഉണ്ടാവും. ആ ലിഗേച്ചർ മാർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് അത് ഹോമിസൈഡ് ആണോ സൂയിസൈഡ് ആണോ എന്ന് വളരെ ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ. ശ്രീ BN ഹസ്കർ, ഞാൻ ചോദിക്കുന്നത്, ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടയാൾ, നമ്മുടെ കക്ഷി, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന് ഒരു വോയിസും ഇല്ല എന്നുള്ളതാണോ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ പ്രൊഫഷണൽ സ്കിൽ, സ്റ്റേറ്റിനെതിരായ ക്രൈം എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ ഉത്തരവാദിത്തം, ഇതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വോയിസും ഇല്ല എന്നുള്ളതാണോ? അങ്ങനെയല്ല. കുടുംബങ്ങൾക്ക് സ്വാഭാവികമായും വിക്ടിമിന്റെ കുടുംബത്തിന് അവർ ആഗ്രഹിക്കുന്നതും അവരുടെ സംശയങ്ങളും ദൂരീകരിക്കുന്നതിന്റെ ബാധ്യത സംസ്ഥാനത്തിന് പോലീസിനുണ്ട്, ഒരു സംശയക്കാര്യത്തിലില്ല. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഫോറൻസിക് സയൻസിൽ ഡോക്ടർ പ്രജിത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ ഏതെങ്കിലും അപാകതയുണ്ട് എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ തോന്നുന്ന തരത്തിൽ ഒരു അപാകതയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എപ്പോഴും ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആളുടെ മൃതശരീരത്തിൽ നിന്ന് കാണാൻ കഴിയുക. ഒന്നാമത്തതാണ് ലിഗേച്ചർ മാർക്ക്, രണ്ടാമത്തത് പെറ്റഗേൽ ഹെമറേജ് എന്ന് പറയും, രോമകൂപാകങ്ങളിൽ നിന്ന് ചോര പൊടിയുന്ന സാഹചര്യം, മൂന്നാമത്തേത് എന്ന് പറയുന്നത് സൈനോസിസ് എന്ന് പറയും, നഖങ്ങളും വിരൽത്തുമ്പുകളും ഒക്കെ നീല നിറത്തിലാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നീടാണ് സെർവിക്കൽ ഞാൻ നോക്കൂ, ആ പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ സാങ്കേതിക പിഴവിനെ കുറിച്ചോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറച്ചുവെച്ച കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായ പ്രശ്നം. ഞാൻ ചോദിച്ചത് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി, അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലായ്മ പോലും കണക്കിലെടുക്കാതെ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ആരോപണം, അതിനൊരു ന്യായയുക്തമായ മറുപടി വേണ്ടതില്ലേ? ഇനി പോകട്ടെ, അങ്ങനെ
കുടുംബത്തിന്റെ അറിവില്ലാതെയാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയത് എങ്കിൽ അവിടെ ഒരു സ്വാഭാവിക നീതി നിഷേധവുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? അല്ല, അതിൽ ഈ സ്വാഭാവികമായിട്ട് മറ്റൊരു സാഹചര്യം കൂടി മാധു ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരാളിപ്പോൾ വീട്ടിനുള്ളിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ വാസ് ബ്രോഡ് ഡെഡ് ആണ്. അയാൾക്ക് ഒരുപക്ഷെ രോഗങ്ങൾ ഉണ്ടാവാം. കാർഡിയാക് ഇഷ്യൂ പോലുള്ള ഏതെങ്കിലും ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് അദ്ദേഹം മരുന്ന് മേടിക്കുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ ബ്രോഡ് ഡെഡ് എന്ന സാഹചര്യം ഉണ്ടായാൽ ഇനി വീട്ടുകാർ പറയാണ് ഞങ്ങൾക്കാർക്കും പരാതിയില്ല എന്ന് പറഞ്ഞാൽ പോലും പോലീസിനും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസ്റ്റ്മോർട്ടം നടത്തിയേ മതിയാവും. സംസ്ഥാനത്തിന്റെ താല്പര്യമാണ്, എതിർ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്ന് ബന്ധുക്കൾക്ക് പറയാൻ അവകാശമില്ല. പക്ഷെ ഞങ്ങൾക്ക് സംശയമുള്ള ഈ കേസിൽ ഞങ്ങൾക്ക് പ്രാഥമികമായി മരണത്തിന് കാരണമായി എന്ന് വിചാരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടവരും ആളുകളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് അവർ പറയുമ്പോൾ അത് കഴിയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്.